ഹലോ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ടു പാരീസ് സെന്റ് ജർമൻ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് വിന്നർ 2025. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നു. PSG ഒരു ടോട്ടൽ ഡൊമിനേറ്റഡ് ഗെയിമായിരുന്നു. അവരുടെ ഒരു വിന്നും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മളൊരു ആക്ച്വലി ഒരു 2 ഗോൾ അഡ്വാൻറ്റേജ് ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, 3-1 ഓർ 2-0 4-2 അങ്ങനെയൊക്കെ. പക്ഷെ അത് ഒരു 5-0 എത്തിപ്പെട്ടു. ആക്ച്വലി ഒട്ടും സർപ്രൈസ്ഡ് അല്ല. പിന്നെ അതിൽ മുന്നേ അങ്ങോട്ട് മാച്ചസിലോട്ട് വരുന്നതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ളത്, ഈ റീസെൻറ്റ് യൂറോപ്യൻ ഗെയിംസിൽ കണ്ടിട്ടുള്ള ഇതിൽ വെച്ച് ഏറ്റവും ഒരു ഡീസൻറ്റ് റഫറിങ് ആയിരുന്നു. എനിക്ക് ആളുടെ നെയിം ആൻഡ് നാഷണാലിറ്റി ഓർമ്മയില്ല. ഒരു ഡീസൻറ്റ് റഫറിങ് ആയിരുന്നു. എസ്പെഷ്യലി ആ സെമി ഫൈനലിലൊക്കെ കമ്പയർ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു മെച്ചപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഒരു ഡിസേർവിങ് ആയിട്ടുള്ളൊരു വിന്ന് PSG കിട്ടിയത്. അല്ലെങ്കിൽ മറ്റൊന്നായി പോയേനെ. എന്നാലും PSG ഓസം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വാരക്സ്കേലിയ, ഡുവേ, ഡംബെല്ലെ, ആ ഒരു 3 പേരുടെ കോമ്പിനേഷനൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇന്റർ മിലാൻ പിക്ചറിലേ ഇല്ല. 90 മിനിറ്റ്സ് ഇന്റർ മിലാൻ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും ഇന്ന് എനിക്ക് കളി കണ്ടിട്ട് തോന്നിയത് ബാഴ്സലോണേൻ്റെ ആ ഗെയിമാണ്. ഞാനിങ്ങനെ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ എനിക്ക് ആ ഗെയിം ഇങ്ങനെ മൈൻഡിൽ വരുമായിരുന്നു. അതായത് ആ ഒരു ചെറിയൊരു ലാസ്റ്റിൽ 1-2 മിസ്റ്റേക്സ് ബാഴ്സയുടെ ഭാഗത്തു നിന്നാണെങ്കിലും റഫറിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉള്ളൊരു മിസ്റ്റേക്സ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ശരിക്കും നമുക്കൊരു വണ്ടർഫുൾ ഫൈനൽ ഇന്ന് കാണാൻ പറ്റിയേനെ, ബാഴ്സലോണ പാരീസ് സെന്റ് ജർമൻ. കാരണം ആ PSG ആ ഒരു അറ്റാക്കിംഗ് പേസിന് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് വേൾഡിൽ എന്താ പറയുക, പിടിച്ചു നിൽക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ടീം, അതായത് ഈ സീസണിൽ ഒരേ ഒരു ടീം, അത് ബാഴ്സലോണയാണ്. വേറൊരു ടീമിനും പറ്റില്ല. ഞാൻ ഒരു ക്വാർട്ടർ ഫൈനൽസൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ബാഴ്സ പാരീസ് സെന്റ് ജർമൻ ഫൈനലായിരുന്നു. പക്ഷെ സെമി ഫൈനൽ ഒരു ട്രാജഡി ആയി പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിവേ PSG ഒരു ഡിസേർവിങ് ആയിട്ടുള്ളൊരു കപ്പ് തന്നെ ആയിരുന്നു അവർക്ക്. ഒരുപാട് കാലത്തിൽ ലൂയിസ് എൻറിക്കെ, വണ്ടർഫുൾ കോച്ച്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നതിൽ വെരി ഹാപ്പി. ഇനിയും ഇതേപോലെയുള്ള പ്രെഡിക്ഷൻസ് ഉണ്ടാവും. ഇനി നമ്മുടെ നെക്സ്റ്റ് ടൂർണമെൻറ്റ് വരുന്നത് ജൂണിൽ തന്നെ ഫിഫ ക്ലബ് വേൾഡ് കപ്പാണ്. അതിൽ ഇതേപോലെ പാരീസ് സെന്റ് ജർമൻ ഉണ്ട്, ഇന്റർ മിലാൻ ഉണ്ട്, റയൽ മാഡ്രിഡ് ഉണ്ട്, സിറ്റി, ബാഴ്സലോണ ഇല്ല, യുവെന്റസ്, ചെൽസി, അങ്ങനെയുള്ള വലിയ ടീംസുകളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലുള്ളൊരു വാല്യൂബിൾ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് അപ്പോഴും നമുക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതായത് ഞാനിന്ന് ശരിക്കും പ്രെഡിക്റ്റ് ചെയ്ത് ഇവരുടെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ മീഡിയാസിലും ഇതിലൊക്കെ കണ്ട അവരൊക്കെ ഇന്റർ മിലാൻ ജയിക്കുമെന്നാണ് അവരൊക്കെ അതിനുള്ളൊരു റീസൺ ഹിസ്റ്ററിയാണ്. ഒരു 10 കൊല്ലം മുന്നുള്ള ഹിസ്റ്ററി അല്ലെങ്കിൽ വേറെയുള്ള മിത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന എൻ്റെ മുന്നേ ഉള്ള വീഡിയോ കണ്ടറിയാം. ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അവരുടെ റീസെൻറ്റ് ഫോം വെച്ചിട്ടാണ്. അതായത് ഈ സീസണിലെ ഞാൻ 2 ടീമിൻ്റെയും കളി ഓൾമോസ്റ്റ് എവറി ഗെയിംസ് ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ ആ ഒരു ഫോം വെച്ചിട്ടാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത്. അത് കറക്റ്റ് തന്നെ ആയിരുന്നു. ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമുക്ക് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ പ്രഡിക്ഷൻസ് ആയിട്ട് കാണാം. അതിൻ്റെ മുന്നേ ടൈം കിട്ടുവാണെങ്കിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ഗുഡ് ബൈ.